ഹായ് എവരി വൺ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗർ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് ഫുഡ് പോരാ എന്നും പറഞ്ഞ് യൂട്യൂബിൽ റിവ്യൂ ഇടുന്നു. ആ റിവ്യൂ കണ്ട ഈ റെസ്റ്റോറന്റിന്റെ മുതലാളി അവിടുത്തെ മാനേജരെ പിരിച്ചുവിടുന്നു. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നടന്ന ഒരു സംഭവമാണിത്. അർജുൻ MP എന്ന് പറയുന്ന ഒരു വ്ളോഗറെ എല്ലാവരും അറിയുന്നുണ്ടാവും. പലതരത്തിലുള്ള ചലഞ്ച് വീഡിയോകളൊക്കെ ചെയ്ത് വൈറലായ ഒരു വ്യക്തി തന്നെയായിരുന്നു അർജുൻ. അർജുന്റെ ചലഞ്ച് വീഡിയോകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടാറുള്ളതാണ്. റാൻഡം ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാളെ കൊണ്ട് അർജുൻ ഒരു ഹോട്ടലിൽ കയറും. ആ ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ മെനു മുഴുവൻ കഴിച്ചാല് ഇത്ര പൈസ തരാമെന്ന് പറയും. ഇങ്ങനെയായിരുന്നു ആ ചലഞ്ച്. പലതരം ചലഞ്ചുകളാണ് പുള്ളിക്കാരൻ സെറ്റ് ചെയ്യുന്നത്. ആളുടെ പല വീഡിയോകളും കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്നാൽ ഈ ഇടയായിട്ട് അർജുന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ ഓരോ ജില്ലകളിൽ നിന്നും 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ പല ഫുഡ് സ്പോട്ടുകളിൽ നിന്നും 10,000 രൂപയ്ക്ക് ഫുഡ് കഴിക്കും. ഇതാണ് ആളിന്റെ ഇപ്പോഴത്തെ പരിപാടി. ഇങ്ങനെ ഒരു ചലഞ്ചുമായിട്ട് ഇടുക്കി ജില്ലയിൽ പോയപ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ സംഭവം നടക്കുന്നത്. എന്ത് ഫുഡ് മോശമാണെന്നും പറഞ്ഞ് റിവ്യൂ ഇട്ടില്ലേ, ആ ഒരു സംഭവം. എന്തായാലും നമുക്ക് ഇടുക്കിയിലെ അർജുൻ പോയി പ്രശസ്തമായിട്ടുള്ള ഈ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. വയറാന്തെന്ന് കേട്ടാ, ഇത്രേ ആയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. നിങ്ങളെന്നെ കൊല്ലാൻ നോക്കുവാണ്. അല്ല, ഇതിപ്പോ എന്റെ അനിയൻ തന്നെയാണ്. എന്റെ അനിയനെ കൊല്ലാൻ നോക്കുവാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഇറങ്ങുക. അത് അടുത്ത സ്പോട്ടിൽ പോകാം. ഇത് നമുക്ക് കഴിച്ചോണ്ടിരിക്കാം. എന്തൊക്കെ പറഞ്ഞു ആൾക്കാര് ടസ്കർ കഫേനെ കുറിച്ച്. ഇപ്പൊ അർജുനോട് സംസാരിക്കുന്നത് കണ്ടില്ലേ ഒരാള്, അയാളാണ് ആ ജോലി പോയ മാനേജർ. ഈ മാനേജർ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന ആ അർജുനെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരും. അവിടുന്ന് കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ ശരിക്കും മാനേജർ തന്നെയാണോ എന്തോ? നമ്മുടെ ഇവിടെയൊന്നും ഈ മാനേജർമാർ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യത്തൊന്നുമില്ല. റോഡിൽ കൂടെ പോകുന്നവരെ എടുത്ത് വിളിച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിപ്പിക്കുന്ന ഒരു പരിപാടി. അതിനൊക്കെ വേറെ ആൾക്കാരാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഈ മാനേജർ സ്വന്തം കുഴി തോണ്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്നെങ്കിൽ പുള്ളിക്കാരനെ അർജുനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ കിട്ടി എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. എന്തായാലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. മാനേജർ തന്നെ വന്ന് പറയുന്നത് അടിപൊളിയാണെന്ന്. ഒരു തേൻ കുടിച്ച് പാറ നടന്നൊരു തേനീച്ചയായിരുന്നു ഞാൻ. എന്ത് ചെയ്യാൻ, പെട്ടെന്ന് കയറി ടസ്കർ കഫേയിലോട്ട് വിളിച്ചു. നമുക്ക് അവിടെ കൂടി പോവാം. അല്ലെങ്കിൽ ഇടുക്കിയിൽ സ്ഥലം കടയൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വലുതായിട്ട് കമന്റ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ വലിയ ഫേമസ് ആണ്, തിരക്കുണ്ട്, നമുക്കൊന്ന് കയറി കഴിച്ചിട്ട് പോവാം. ഇവിടെ മാനേജർ പറയുന്നത് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഡിലേ ഉണ്ടെന്ന് മാത്രം. പോവാ, കഴിച്ചു നോക്കാം. എന്നെ ക്യാൻവാസ് ചെയ്ത് ഇവിടെ എത്തിച്ചു ബോയ്സ്. എന്ത് ചെയ്യാനാ, കുറച്ച് ഷർദില് കുടിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാൻ നോക്കുകയാണ് ചില ആൾക്കാർ. ഇവിടെ ഓരോ കടയിൽ നിന്ന് അങ്ങോട്ടും പോകാൻ കുറച്ചേറെ സഞ്ചരിക്കണം. അതെനിക്ക് മനസ്സിലായി തുടങ്ങി. അടുത്ത ഡാമിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വിശക്കില്ല ബോയ്സ്. എന്തായാലും നമ്മളൊരു ബാംബു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. പ്രോൺസ് 690 രൂപ. ഞാൻ ശ്രമിക്കുകയാണ് ഒരേ ഐറ്റം വെച്ച്. ഞാൻ ഈ 10,000 എടുത്താൽ ഇപ്പൊ 1500 അവിടെയായി, ഇവിടെ 690 എന്തെങ്കിലും. എന്റെ പടച്ചോനെ, ഈ 690 രൂപയുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ സാധാരണ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ബിരിയാണിയുടെ ഒരു 3 ഇരട്ടിയെങ്കിലും വരുമല്ലോ. ബാംബു ബിരിയാണി ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഈ സാധാരണ ബിരിയാണി ഉണ്ടാക്കിയതിനു ശേഷം ഒരു മുളയിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി കൊടുക്കുന്നു, അതാണ് സംഭവം. അതോ ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു. ഇനിയിപ്പോ മുളയരി കൊണ്ടുള്ള ബിരിയാണി ആണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടുള്ള ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല വിലയിടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ ഇത് മുളയരി കൊണ്ടുള്ള ബിരിയാണി തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ പിന്നെ ഇത്രയും റേറ്റ് വന്നതിൽ കുറ്റം പറയാനും പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ 690 രൂപയുടെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പടച്ചോനെ, വേണമെങ്കിൽ ഒരു തവണയൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 690 രൂപയുടെ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ലാസ്റ്റ് 1 രൂപയ്ക്ക് പോലും കൊള്ളാത്ത ബിരിയാണി ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ ദിവസം കിടന്നാ ഉറക്കം വരുമോ? എന്നാലും ഇത്ര ക്യാൻവാസ് ചെയ്ത സ്ഥിതിക്ക് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. പ്രോൺസിനെക്കാട്ടും കൂടുതൽ ചോറായിട്ട് തോന്നുന്നു എനിക്ക് ചെറുതായിട്ട്. 650 രൂപയുടെ പൊള്ളുന്ന ബാംബു ബിരിയാണി ഒടുക്ക ചൂടായിരിക്കും കഴിക്കാൻ വേണ്ടി. സാറിന് ഞാൻ പൊള്ളലൊക്കെ കഴിക്കുന്നത്. പ്രോൺസ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓക്കെ, വലിയ ഫ്ലേവർ പിടിച്ചിട്ടില്ല പ്രോൺസിന്. ഒരെണ്ണം കഴിക്കട്ടെ. ആഹാ, അടിപൊളി, പണി കിട്ടിയെന്നർത്ഥം. ബിരിയാണി പോരാ, 690 രൂപ ഒരു പ്രശ്നവുമില്ല. ചലഞ്ചല്ലേ, എങ്ങനെയെങ്കിലും 10,000 രൂപ ആക്കണമല്ലോ. 10,000 രൂപയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് വില കൂടിയ ഐറ്റംസ് വാങ്ങാനായിരിക്കും അർജുൻ ശ്രമിക്കുന്നത്. കൈ കാണിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ആൾക്കാരൊന്നും ഇല്ല. ഒരു ഫ്ലേവറും പിടിച്ചില്ല. ജസ്റ്റ് ഇപ്പം ചട്ടിലോട്ട് വീണിട്ട് എടുത്തോണ്ടെന്നാണ് കണ്ടത്. എന്നാലും ബിരിയാണി പറയാനുണ്ടെന്ന്. ബാംബു ബിരിയാണി ഗ്രേവിയൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പം പറയാം. നമ്മളൊരിക്കലും ഹൈ എക്സ്പെക്ടേഷൻ കൊടുക്കരുത് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ. അച്ചാറൊന്നും കേട്ടോ, കുറച്ച് ടേസ്റ്റ് വരും. 650 വർത്തിട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗുഡ് ബിരിയാണി, ബട്ട് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ് ഫോർ 650. 650 ഇല്ല, പക്ഷെ നല്ല ബിരിയാണിയാണ്. ഈ ചെമ്മീൻ ഒട്ടും എന്താണ് അരപ്പ് പിടിച്ചിട്ടില്ല. ബിരിയാണി കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഫീൽ ആകുന്നുണ്ട്.
ബട്ട് ഫ്ലേവർ പ്രൊഫൈൽ ഇസ് നോട്ട് ദാറ്റ് ഹൈ. കുറച്ചൊരു അച്ചാർ വേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ കിട്ടാൻ. പ്രോൺസ് ഫ്രഷ് ഒക്കെ തന്നെയാണ്, അത് കഴിക്കാൻ മനസ്സിലാവുന്നുണ്ട്. ഡയറക്റ്റ് കടലിൽ നിന്നെടുത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്തായാലും ഈ അർജുന് ഇതിലും വലിയ ഒരു ചതി പറ്റാനില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോ അല്ലേ. എന്തായാലും ഈ ഹോട്ടലുകാർക്ക് നല്ല പണി തന്നെ കിട്ടും. കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ ഹോട്ടലുകാർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. ഇത്രയും വിലക്കൊക്കെ ഒരു ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. മര്യാദക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. പണം കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് അതിന് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അത്രേ അർജുന ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഫുഡ് 10 പൈസയ്ക്ക് ഇല്ല, നിങ്ങൾ ആരും ഈ ഹോട്ടലിലേക്ക് കയറരുത് എന്നൊന്നും അർജുൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, 690 രൂപയ്ക്ക് മാത്രമൊന്നും ഈ ഫുഡ് ഇല്ല, അതേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ ആരാണെങ്കിലും പറഞ്ഞു പോകും. കാരണം 1-2 രൂപയല്ലല്ലോ, 690 രൂപയല്ലേ മുടക്കിയിരിക്കുന്നത്. എനർജി ഡ്രിങ്ക് കുടിക്കട്ടെ, ആൾക്കാർ വിചാരിക്കും എന്ത് വേണമെന്ന്. എന്റെ വയറിലും കേട്ടോ ഉറപ്പാ. ഈ വീഡിയോക്ക് എത്ര പെട്ടെന്ന് തന്നെ വയറിലും നോക്കാനുള്ള വീഡിയോ അത്. ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചാണ്, പക്ഷെ ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടി കാരണം പതുക്കെ കുടിക്കുക. അപ്പൊ ചെറുതായിട്ട് അങ്ങ് ഫീൽ ആയി തുടങ്ങി ഞാൻ എപ്പോൾ ഇരുന്നത് ഫ്രഷ് ഇത്ര ഫ്രഷ് ഷ്രിമ്പ് ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യം പറയാം, ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബോയ്സ്, ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ തിന്ന് തീരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്തോ എവിടെയൊക്കെ തകരാറ് പോലെ. എനിക്ക് എന്തൊക്കെ പറ്റുന്നില്ല, അകത്തുനിന്ന് എന്തൊക്കെ വേദനിച്ച് കൊളുത്തി തുടങ്ങുന്നു. താങ്ക് യു. ബ്രോയിന്റെ വക സലാഡ്. ആ സാലഡ് എന്തായാലും ഒന്ന് നോക്കി വെച്ചു. എന്റെ വകയെന്നും പറഞ്ഞിട്ടാണ് സാലഡ് അവിടെ കൊണ്ട് ആ മാനേജർ വെച്ചു കൊടുത്തിട്ട് പോണത്. സവാള, കത്തിരിക്ക, ക്യാരറ്റ്, ഇത്രയാണ് അതിനകത്തുള്ളത്. സാധാരണ ഹോട്ടലിൽ പോയാലും ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. മാനേജർ ഇത് എന്റെ വകയെന്നും പറഞ്ഞു കൊണ്ടുവെക്കുമ്പോ നമ്മൾ വിചാരിക്കും ഫ്രീ ആണെന്ന്, പക്ഷെ ബില്ല് വരുമ്പോഴാണ് ഞെട്ടാൻ പോകുന്നത്. ബാക്കിയും കൂടെ കണ്ടു നോക്കാം. ആൾക്കാർ സലാഡ് കാണാൻ സൂം ചെയ്യുന്നത് എന്തുവാണ് ഇത്? എന്റെ ക്യാമറ വെയിറ്റ് ചെയ്തിരിക്കരുത്. കഴിച്ചോ, നല്ല ഫ്രഷ് സാധനമാണ്, എല്ലാം ഫ്രഷാ. എന്റെ തീർന്ന് ഞാനും സെറ്റില്ല, ആ സേഫ് സോണില്ല, ഞാൻ ചാവും കേട്ടാ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കൂടാ. ഇടുക്കിയിൽ വെറൈറ്റി പിടിക്കുക. ഇടുക്കിയിൽ നമുക്ക് ആ കാട്ടിനകത്തൊക്കെ കയറി ഇരിക്കേണ്ടി വരും എവിടെയെങ്കിലും വെച്ച്. ഇവിടുത്തെ കിച്ചണില് എന്താണ് ഈ ഷെഫിനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇതിനെക്കാട്ടും തിരക്കായിരിക്കും. സാധനമൊക്കെ നല്ലതാ, അവർ കുക്കിങ്ങിന് കുഴപ്പമേ ഉള്ളൂ. ഒരു 650 ഇല്ലല്ലോ. ഞാൻ സാറിനെ പറയാത്ത ശരി പോലെ പച്ചക്ക് പറയുക. എല്ലാ റെസ്റ്റോറൻറ്റിലും പച്ച റിവ്യൂ, ഈ പച്ച ഫുഡ് കണക്ക് ഫ്രഷ് കുക്കുംബറ. ഇപ്പം 690 രൂപയുടെ ബിരിയാണി ആയിരുന്നത്. പിന്നെ എന്റെ ക്യാമറമാൻ ചിക്കൻ ബിരിയാണി മേടിച്ച് 450 രൂപ. പിന്നെ എനിക്ക് നമുക്കൊരു കോംപ്ലിമെന്ററി സലാഡ് തന്നില്ലായിരുന്നു, പിന്നെ ഒരു കുപ്പി വെള്ളം. കോംപ്ലിമെന്ററി സലാഡിന് 120 രൂപ കേട്ടാ. കോംപ്ലിമെന്ററി സലാഡിന് 120 രൂപ. എന്തായാലും കൊള്ളാം. ഇത് അവിടെ ചൂട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോംപ്ലിമെന്ററി ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞ സാധനമാണ് 4 കത്തിരിക്കയും ക്യാരറ്റും സവാളയും. ഇതാണ് സാധനം. ഇതിന് 120 രൂപയെന്ന്. എന്തോന്നടേ, രൂപയ്ക്കൊന്നും ഒരു വിലയും ഇല്ലേ? ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇല്ലല്ലോ ഇത്രയും കത്തി റേറ്റ്. കണ്ട സാധാരണ ഒരു ചെറിയ ഹോട്ടലാണ്, എന്നിട്ടാണ് ഇമ്മാതിരി റേറ്റ് ഒക്കെ. ഇനി വേണമെങ്കിൽ പറയും ഈ ഇടുക്കിയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. എന്നാലും നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ സാലഡിനൊക്കെ 120 രൂപ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ചെറുതൊന്നുമില്ല, വലിയ കത്തി തന്നെയാണ്. എന്റെ വകയെന്നും പറഞ്ഞാണ് കൊണ്ടുപോയി വെച്ചത്, എന്നിട്ട് അവസാനം അതിനും ബില്ലിട്ട് കൊടുത്തിരിക്കുന്നു. കൊള്ളാം എന്തായാലും. ഇനി ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. അതായത് തിന്നു കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന്. റേറ്റ് ഒക്കെ നോക്കി ഓക്കെ ആയിരുന്നെങ്കിൽ ഈ ഫുഡൊക്കെ കഴിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ പറയും ചിലര്. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇതൊക്കെ തൊട്ട് ഇത്തിരി കടന്ന കൈയായി പോയില്ലേ. നോർമൽ വെള്ളം കിട്ടത്തില്ല, പാക്ഡ് വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഇടയ്ക്ക് ഇത്ര നല്ല പൈസ വെറുതെ വേസ്റ്റ് ആക്കി ഞാൻ ആദ്യമായിട്ട്. മാനേജർ കൊള്ളാം കേട്ടോ, നമ്മളെ വഴിയിൽ നിന്ന് വിളിച്ചോണ്ട് പോയ മാനേജർ. പക്ഷെ എന്നെ വിളിക്കണ്ടായിരുന്നു. കോംപ്ലിമെന്ററി എന്നിട്ട് കോംപ്ലിമെന്ററി പൈസ മേടിച്ചത് മോശമായി. അത് പറയായിരുന്നു എനിക്ക്, പക്ഷെ വേണ്ട. ഞാൻ വെള്ളം ചൂടുവെള്ളം ചോദിച്ചാൽ അതും കിട്ടിയില്ല. നമുക്ക് ഇത്രയൊക്കെ ആയിട്ട് കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാനേജർ കൊള്ളാമെന്നാണ് അർജുൻ പറയുന്നത്. കോംപ്ലിമെന്ററി ആയിട്ട് കൊടുത്ത സാധനത്തിന് പൈസ മേടിച്ചത് ഒഴിച്ചിട്ട് മാനേജറിനെ കുറിച്ച് ഒരു കുറ്റവും അർജുൻ എവിടെയും പറയുന്നില്ല. ഷെഫ് പോരാ, ഷെഫിനെ മാറ്റണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പോയപ്പോ ആരുടെ പണി പോയി? മാനേജറുടെ പണി പോയി. ആത്മാർത്ഥത കൂടിപ്പോയതിന് ജോലി തെറിച്ച ആദ്യത്തെ ഒരു വ്യക്തി തന്നെയായിരിക്കും ഈ പറയുന്ന മാനേജർ. എന്തായാലും ഈ ഒരു വീഡിയോക്ക് ശേഷം മറ്റൊരു വീഡിയോയിലാണ് ആ മാനേജറുടെ ജോലി പോയ കാര്യം അർജുൻ പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഇവൻ അടുത്ത കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുക്കി വെച്ചെടുത്ത വീഡിയോക്കകത്ത് ഒരു മാനേജർ നമ്മളെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിച്ച് കയറ്റിയായിരുന്നു. മാനേജർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഹോസ്പിറ്റബിൾ ആയിരുന്നു, നമ്മളെ വിളിച്ച് കയറ്റി. റെസ്റ്റോറന്റിന്റെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ വകയായിട്ട് എനിക്ക് തോന്നുന്നു മാനേജറിന് ജോലി പോയെന്ന് തോന്നുന്നു. മാനേജറിനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ആ ഫുഡിനെ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തായാലും ഞാൻ പയ്യനെ വിളിച്ച് ചോദിക്കാം, മാനേജറിനെ വിളിച്ച് ചോദിക്കാം എന്നാണെന്ന്. മോസ്റ്റ് പ്രോബ്ലി ഹി മൈറ്റ് ബി മാഡ് അറ്റ് മീ. ഞാൻ കാരണമാണ് ജോലി പോയെന്ന് എനിക്കൊരു കമന്റ് വന്നു. ഇപ്പൊ ഒരിക്കലും മറക്കില്ല, ഞാൻ കാരണമാണ് ജോലി പോയെന്ന്. പക്ഷെ ഞാൻ മാനേജറൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫുഡിനെ കുറിച്ച് മാത്രം. ഫുഡിനെ കുറിച്ച് സത്യം പറയാൻ നിങ്ങൾ പോയി എല്ലാവരും പോയി അവിടെ പോയി കഴിച്ചിട്ട് ഞാൻ എന്തും പറഞ്ഞു വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് കൊള്ളത്തിന് പറയും, കൊള്ളാന്ന് പറയും. അപ്പൊ ഇനി അങ്ങനെ തന്നെ പറയും. ജോലി പോകാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പോയത് എനിക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പോയെന്ന്. എന്നെ വിളിച്ച് കയറ്റിയായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ മാനേജറിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്താവുമെന്ന്. പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും ഒരു വിഷമം കാണും എന്റെ മേത്തോട്ട്. ആ പുള്ളിക്ക് എവിടെയെങ്കിലും ജോലി ഒപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ, നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ
പ്ലീസ് ലെറ്റ് മീ നോ കേട്ടോ. നല്ല പയ്യനാണ്, ഒടുക്കത്തെ ക്യാൻവാസിംഗ് പോലുള്ള ചെറുക്കനാണ്. പക്ഷേ ആ സ്ഥാപനം ആ ക്യാൻവാസിംഗ് ഏറ്റെടുക്കാൻ പറ്റിയില്ല. അത് ഷെഫിന്റെ കഴിവായിരുന്നു. സത്യം പറഞ്ഞാൽ കുറ്റം പറഞ്ഞ ഷെഫിന് എന്നെ അല്ല. ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ കണ്ടപ്പോൾ നെഗടിച്ചു ആണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ കണ്ടസ്റ്റന്റ് കഴിച്ചു തീർക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ ഷെഫിനെ പറഞ്ഞിട്ട് ഷെഫിന്റെ ജോലി കൂടെ പോവോ എന്തോ. എന്തായാലും മാനേജറുടെ ജോലി പോയെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു കമന്റിലൂടെയാണ് മാനേജറുടെ ജോലി പോയ കാര്യം അർജുൻ മനസ്സിലാക്കിയത്. ആ കമന്റിൽ പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും അർജുൻ അന്വേഷിച്ചു കാണുമല്ലോ. കമന്റ് കണ്ടത് കൊണ്ട് മാത്രം പിന്നെ അർജുൻ വന്നിട്ട് ഇങ്ങനെ പറയത്തില്ല ഞാൻ കാരണം ഒരാളുടെ ജോലി പോയെന്ന്. നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് തന്നെയായിരിക്കും പുള്ളിക്കാരൻ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. എന്തിനാണ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അർജുനെ ക്യാൻവാസ് ചെയ്തിട്ട് ഹോട്ടലിൽ കയറ്റിയതിനാണോ, അതോ അർജുൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും തടയാത്തത് കൊണ്ടാണോ? എന്തായാലും അർജുന്റെ വീഡിയോ കാരണം അത്യാവശ്യം ആ ഹോട്ടലിന് നല്ല ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ചിലപ്പം ഈ അനുവാദം കൂടാതെ വീഡിയോ എടുക്കരുതെന്നുള്ള നിയമം ചിലപ്പോ ആ പിന്നെ ഹോട്ടലിന് കാണുമായിരിക്കും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാനേജറുടെ കൂടെ ഉത്തരവാദിത്വമാണല്ലോ. ചിലപ്പോ അത് അയാൾ ശ്രദ്ധിക്കാതെ ഇരുന്നത് കൊണ്ടാവാം ജോലി പോയി. അല്ലെങ്കിൽ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞ് സാലഡ് കൊടുത്ത് പിന്നെ അതിന് ബില്ലിട്ട് പൈസ വാങ്ങിയത് കൊണ്ടാവാം. എന്തായാലും അയാളുടെ ജോലി പോവുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. അതിനും മാത്രം വലിയ തെറ്റൊന്നും അയാൾ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അയാളുടെ ജോലി പോകാൻ അർജുന്റെ ആ ഒരു വീഡിയോ നിമിത്തമായത് ഭയങ്കര വേദനയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ അർജുൻ തെറ്റുകാരനാണെന്ന് പറയാനും പറ്റത്തില്ല. അയാളെ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയാൾക്ക് ജോലി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. നല്ല ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരനെ നിങ്ങൾക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ ഇനി ചിലപ്പം അർജുൻ തന്നെ ഇടപെട്ടിട്ട് ഒരു ജോലിയൊക്കെ സെറ്റാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.